ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പൂക്കൾ കണ്ട അഡീനിയത്തിൻ്റെ ഇത് നമ്മൾ പഴയ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു താഴെ ഒരു വലിയ അഡീനിയത്തിൻ്റെ പ്ലാന്റ് എനിക്കുണ്ടായതിൽ പൂവുണ്ടായിട്ട് അത് വിത്തായില്ലേ, എന്നിട്ട് ആ വിത്ത് പാവി തൈ മുളപ്പിക്കണതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. ആ തൈകളാട്ടോ ഇത്. അപ്പോൾ ഈ തൈകൾ നന്നായിട്ട് വലുതായിട്ട് ഇതേലും പൂവിട്ട് തുടങ്ങി. ഇത് 2 കളറാണ് കേട്ടോ. ഇത് കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇപ്പോൾ ശരിക്കും രണ്ടും ഒരേ കളർ പോലെ തോന്നണത്. പക്ഷേ ഒരെണ്ണം ലൈറ്റും മറ്റേത് നല്ല ഡാർക്കുമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ആ വിത്ത് മുളച്ച് കിട്ടിയ തൈകളാട്ടോ. അപ്പോൾ ഇനി ഇത് ഒരെണ്ണം പൊക്കഞ്ഞ ടൈപ്പും ഒരെണ്ണം നല്ല പൊക്കമുള്ള ടൈപ്പായിട്ടാട്ടോ വന്നേക്കണത്. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം വാഴക്കൊല പഴുത്തല്ലോ, അപ്പോൾ അതിനകത്ത് പഴമുണ്ട്. അപ്പോൾ ഇനി ആ പഴം തീരണവരെ പുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ പഴവും എടുത്തു വച്ചിട്ടുണ്ട്, പുട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഉച്ചക്കത്തേക്കാണെങ്കിൽ നമ്മൾ അന്ന് വാഴയുടെ കൊല വെട്ടിയതിൻ്റെ കൂടെ ഞാനതിൻ്റെ വാഴയുടെ തടയൊക്കെ വെട്ടിയിട്ട് അതിൽ നിന്ന് ഉണ്ണിപ്പിണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിണ്ടി വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണം. പിന്നെ മീനും വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കറി വെക്കണില്ല, ഫ്രൈ ചെയ്യണുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിൽ വന്നത് ഇതുപോലെ ചെറിയ ചൂരമീനാട്ടോ. കഴിഞ്ഞ ദിവസം ഇത് തന്നെയാണ് കിട്ടിയത്, ഇപ്പോഴും അത് തന്നെ കിട്ടി. അപ്പോൾ അത് കിട്ടിയത് വാങ്ങി വെച്ചതാണ്. പിന്നെ ഞാൻ ആ ഉണ്ണിപ്പിണ്ടിയൊക്കെ അരിഞ്ഞ് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ചെറുതാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് കറുത്തു പോകും. പിന്നെ പരിപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുക്കറിൽ ഞാൻ പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പ് ഞാൻ എന്നിട്ട് ആ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഉണ്ണിപ്പിണ്ടി അതിലിട്ടിട്ട് ഒരു 2 വിസിലടിച്ച് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഉള്ളിയും മുളകൊക്കെ കുത്തി കാച്ചി പരിപ്പും ഈ പിണ്ടിയും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉപ്പിട്ട് വേവിച്ചേക്കണതാണ്. അപ്പോൾ ഇനി ഉപ്പിടണ്ട. അങ്ങനെ ഉള്ളിയും മുളകൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പിണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ചപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാതെ ആട്ടോ വേവിച്ചെടുത്തത്. കുറച്ച് വെള്ളം ഒഴിച്ച് വിസിലടിച്ചെടുത്താണ് 2 വിസിൽ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മെഴുക്ക് വരട്ടി തോരൻ പോലെയൊക്കെ ആക്കിയെടുക്കാം. ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു തോരൻ പോലെയായി കിട്ടും. അതല്ല കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കണതെങ്കിൽ ഇതൊരു ചാറ് പോലെ ഒരു കുഴമ്പ് പോലെയായിട്ടും കിട്ടും കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയ ചാറോടുകൂടി വേണമെങ്കിലും അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചിലർക്കൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വേവിച്ചെടുക്കണതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഉണ്ണിപ്പിണ്ടിയും പരിപ്പും അല്ലെങ്കിൽ പയറും ഒക്കെ ഇട്ട് വയ്ക്കും കേട്ടോ, മുതിര ഇതൊക്കെ ഇട്ട് വയ്ക്കും. എങ്ങനെ വെച്ചാലും നല്ലത് തന്നെയാണ്. അങ്ങനെ ഇത് പിണ്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പിന്നെ മീൻ ഞാൻ ക്ലീൻ ആക്കിയിട്ട് മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്യാനായിട്ട് അതും വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇനി മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരമാണ്. വൈകുന്നേരം ചായക്ക് ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഈ ബിസ്ക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതും ചായയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വേണം എനിക്കിനി ചെടികളൊക്കെ നനയ്ക്കാൻ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ചായയായിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ചെടികൾ നനയ്ക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചെടികൾ നനയ്ക്കാൻ നോക്കുമ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 5:30 ആവാറായിട്ടുണ്ട്. പക്ഷേ എന്നാലും വെയിൽ പോയിട്ടില്ല, നല്ല വെയിലാണ് മുറ്റത്ത്. അപ്പോൾ കുറച്ചുകൂടി വെയിലാറിയാലാണ് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ സിറ്റ് ഔട്ടിൽ തന്നെ അങ്ങനെ കുറേ സമയം ഇരുന്നു. നനച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെളുത്ത് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ആ ചെടികൾ കണ്ടു കഴിഞ്ഞാൽ വെള്ളം കൊടുത്തിട്ട് ഒരാഴ്ചയായ പോലെ ഇരിക്കും കേട്ടോ. അത്ര ഉണക്കാണ്. ഇപ്പോൾ നല്ല ചൂടാണ്. കിണറിനകത്താണെങ്കിലും ഒട്ടും വെള്ളമില്ലാണ്ടായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കിണറിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ചെടികളുടെ ചുറ്റിനും അങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് നടക്കണതാണ് കേട്ടോ. അപ്പോൾ നല്ല പൂക്കളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇപ്പോഴും കണ്ടോ, വെയിൽ പോയിട്ടേ ഇല്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മെയ് മാസ പുലരിയുടെ ഒരു വീഡിയോ കാണിച്ചില്ലേ, പുതിയ പൂണ്ടായതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് നമ്മുടെ സന കിച്ചണിലെ ഫ്രണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായി, ആയുസ്സില്ലാത്ത സുന്ദരിയെന്ന്.
കറക്റ്റായിട്ടോ അതിന് ആ പൂവിന് ഒട്ടും ആയുസില്ല. അത് ഇപ്പം തന്നെ അതിങ്ങനെ കൊഴിയാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് വർഷത്തിൽ ആകെ ഒരു പ്രാവശ്യമാണ് അതിൽ പൂവുണ്ടാവുള്ളൂ. ഉണ്ടായാൽ തന്നെ ഒരാഴ്ച പോലും അതിന് ആയുസില്ല. കണ്ടോ, ഇപ്പം തന്നെ അത് കൊഴിയാറായിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള പൂവായിരുന്നു. അതും കൊഴിഞ്ഞു പോകാറായിട്ടൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നല്ല മഴ കിട്ടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മഴ പെയ്ത വീഡിയോയൊക്കെ ഒരു കൂട്ടുകാരുടെ ചാനലിലൊക്കെ പറഞ്ഞു, രാത്രി നല്ല മഴ പെയ്തു എന്നൊക്കെ. പക്ഷേ ഇങ്ങോട്ടൊന്നും മഴ വന്നിട്ടേ ഇല്ല കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.